ഹായ് ട്രേഡേഴ്സ്, ഹായ് ഇൻവെസ്റ്റേഴ്സ്, ഇത് സിയാദ് ഇല്ലിക്കൽ. മാർക്കറ്റ് വലിയ രീതിയിലൊരു ക്രാഷാണ് നമ്മൾ അഭിമുഖീകരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ മനസ്സിനെ തണുപ്പിക്കാനായിട്ട് നേരെ ഒന്ന് മൂന്നാറിൽ വന്നു. നിങ്ങളും സ്വാഭാവികമായ രീതിയിൽ വലിയ ടെൻഷനിലാണ് ഉള്ളത്. കാരണം മാർക്കറ്റ് ഇപ്പോൾ ഇതുവരെ നമ്മൾ കാണാത്ത ഒരു വലിയ സെല്ലിംഗ് പ്രഷറിലാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ മാത്രമല്ല, എല്ലായ്പ്പോഴും നമ്മൾ ട്രേഡിംഗ് സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ അനാലിസിസ് ഇതെല്ലാം തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് നല്ലൊരു ട്രേഡിംഗ് മൈൻഡ് സെറ്റ് കൂടിയേ തീരൂ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഏകദേശം കുറച്ച് പോയിന്റുകളാണ് നമ്മുടെ എല്ലാ ആൾക്കാരുടെയും മനസ്സിനെ കുറച്ചും കൂടി ഷാർപ്പൺ ചെയ്യാനായിട്ട് കുറച്ച് ട്രേഡിംഗ് സൈക്കോളജീസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോയിലേക്ക് കടക്കാം. അങ്ങനെ കൊച്ചിയിൽ നിന്ന് അതിരാവിലെ തന്നെ ഡ്രൈവ് ചെയ്ത് ഞാൻ ഓൾമോസ്റ്റ് മൂന്നാർ എത്തി. എന്താണ് ട്രേഡിംഗ് സൈക്കോളജി കൊണ്ട് അർത്ഥമാക്കുന്നത്? നമുക്കറിയാം, ട്രേഡിങ്ങിൽ മൈൻഡ് സെറ്റിന് അല്ലെങ്കിൽ നമ്മുടെ സൈക്കോളജിക്ക് മോർ ദാൻ 90% ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഫാക്ടറാണ് ട്രേഡ് ചെയ്യാനായിട്ടുള്ളൊരു മികച്ച മനസ്സ്. ട്രേഡ് ചെയ്യാനായിട്ടുള്ളൊരു മികച്ച മനസ്സെന്ന് പറയുമ്പോൾ ട്രേഡ് ചെയ്യത്തക്ക വിധം നമ്മുടെ മനസ്സിനെ മികച്ച രീതിയിൽ നമ്മൾ ഒരുക്കണം. ഇതിൽ ആദ്യ ഘട്ടം എന്ന് പറയുന്നത് നമുക്ക് ചുറ്റിലുമുള്ള ഒരു അന്തരീക്ഷം വളരെയധികം കാം ആൻഡ് ക്വൈറ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. കാം ആൻഡ് ക്വൈറ്റ് എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഒരു ശബ്ദം കേൾക്കാത്ത റൂമിൽ ഇരുന്ന് ട്രേഡ് ചെയ്യുക എന്നുള്ളതല്ല. മനസ്സിൻ്റെ ശാന്തത എന്ന് അർത്ഥമാക്കിയത് നമ്മുടെ മനസ്സിനെ അലട്ടുന്ന കാര്യങ്ങൾ ട്രേഡ് ചെയ്യുമ്പോൾ ഇല്ലാതിരിക്കുക എന്നുള്ളതാണ്. മനസ്സിനെ അലട്ടുന്ന പ്രധാന കാര്യങ്ങൾ എന്താണ്? നമുക്ക് ഫിനാൻഷ്യലി എന്തെങ്കിലും ഒരു റിക്വയർമെൻറ്റ് ട്രേഡിങ്ങിൽ നിന്ന് വേണം എന്നുള്ളൊരവസ്ഥ വരുമ്പോൾ, അതായത് നമ്മളെ പ്രൈമറി സോഴ്സ് ഓഫ് ഇൻകം ട്രേഡിംഗ് ആയിട്ട് മാറുമ്പോൾ, ട്രേഡിങ്ങിൽ നിന്ന് നമ്മൾ ട്രേഡ് ചെയ്തുണ്ടാക്കുന്ന പണം കൊണ്ട് നമ്മുടെ വീടിൻ്റെ വാടകയോ അല്ലെങ്കിൽ കാറിൻ്റെ EMI അല്ലെങ്കിൽ കുട്ടികളുടെ സ്കൂൾ ഫീസോ അങ്ങനെ എന്തെങ്കിലും കാര്യം ട്രേഡിങ്ങിൽ നിന്ന് മാത്രം ഉണ്ടായിട്ട് വേണമെന്നുള്ള ഒരവസ്ഥ വരുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ മനസ്സ് ശാന്തത ആകാനുള്ള സാധ്യതയില്ല. കാരണം കുറച്ചും കൂടി സ്ട്രെസ്സാവും. ആ സ്ട്രെസ്സ് വെച്ച് നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ചും കൂടി ലോസ് ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. കാരണം നമ്മുടെ മനസ്സിൻ്റെ അന്തരീക്ഷം കുറച്ചും കൂടി സ്ട്രെസ്സാണ്. അപ്പോൾ മനസ്സിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ചിന്തകൾക്ക് ഇത്തരത്തിലുള്ള സ്ട്രെസ്സ് പ്രതികൂല ഘടകമായിട്ട് വരും. അതുകൊണ്ട് ട്രേഡിങ്ങിലേക്ക് വരുന്ന ആളുകൾ ആദ്യത്തെ 1, 2, 3 വർഷം ട്രേഡിങ്ങിനെ ഒരു പ്രൈമറി സോഴ്സ് ഓഫ് ഇൻകം ആക്കി മാറ്റാതെ ഒരു സെക്കൻഡറി സോഴ്സ് ഓഫ് ഇൻകം ആക്കി മാറ്റിയതിന് ശേഷം പതിയെ നമ്മൾ ട്രേഡിങ്ങിൽ മികച്ച രീതിയിൽ നമ്മൾ പെർഫോമൻസ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് തോന്നലിൽ മാത്രം ഇതിനൊരു പ്രൈമറി സോഴ്സ് ഓഫ് ഇൻകം ആക്കി മാറ്റാവുന്നതാണ്. അതുപോലെ തന്നെയാണ് നമുക്ക് ലോസ് ഇല്ലാതെ ഒരു ട്രേഡ് ഇല്ല. എല്ലാ ട്രേഡേഴ്സും ലോസും പ്രോഫിറ്റും ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഈ പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിൻ്റാണ്. ഒരു ട്രേഡർ ഒരു ലോസ് ഉണ്ടാക്കുകയാണെന്ന് വെക്കുക, ഒരു ട്രേഡിൽ ഒരു ലോസ് ഉണ്ടാക്കുകയാണെന്ന് വെക്കുക. നമ്മൾ കണ്ടുവരുന്ന ഒരു ടെൻഡൻസി, ആ ഫസ്റ്റ് ട്രേഡിൽ ഉണ്ടാക്കുന്ന ലോസ്, അതുണ്ടാക്കിയ ഒരു ഷോക്ക്, അതുണ്ടാക്കിയ ഒരു മുറിവ്, അത് ഹീൽ ചെയ്യാനായിട്ട് ആദ്യത്തെ ട്രേഡിൻ്റെ ലോസ് വളരെ പെട്ടെന്ന് തന്നെ റിക്കവർ ചെയ്യണം എന്നുള്ളൊരു ചിന്തയിൽ വെരി നെക്സ്റ്റ് മൊമെൻറ്റ് അടുത്ത ഒരു ട്രേഡ് ഇനീഷ്യേറ്റ് ചെയ്യും. മനസ്സിലാക്കേണ്ട കാര്യം, ആദ്യത്തെ ട്രേഡിൽ നമുക്ക് കുറച്ചും കൂടി ടെക്നിക്കലി അനാലിസിസും കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷമായിരിക്കാം ഫസ്റ്റ് ട്രേഡ് നമ്മൾ ചെയ്തത്. പക്ഷേ സെക്കൻഡ് ട്രേഡിൽ അത്തരത്തിലുള്ള പഠനത്തിൻ്റെ വളരെയധികം കുറവുണ്ട്. കാരണം ആ സെക്കൻഡ് ട്രേഡ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇമോഷൻ കൊണ്ടാണ്. ഇമോഷൻ കാരണമാണ് നമ്മൾ സെക്കൻഡ് ട്രേഡ് എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ട്രേഡിലുണ്ടാക്കിയ നഷ്ടം എത്രയും പെട്ടെന്ന് തിരിച്ചു പിടിക്കണം എന്നുള്ള ആ ഒരു ഉദ്ദേശം കൊണ്ടാണ് നമ്മൾ സെക്കൻഡ് ട്രേഡ് എടുത്തിരിക്കുന്നത്. പക്ഷെ അങ്ങനെ ചെയ്യുന്ന സാഹചര്യത്തിൽ സെക്കൻഡ് ട്രേഡിൽ നല്ലൊരു ടെക്നിക്കലായിട്ടുള്ള ഒരു അനാലിസിസ് ചെയ്യാനുള്ള സമയം പോലും നമ്മൾ കൊടുത്തില്ല. അതുകൊണ്ട് തന്നെ സെക്കൻഡ് ട്രേഡ് ആയിരിക്കാം ഫസ്റ്റ് ട്രേഡ് ഉണ്ടാക്കിയതിനേക്കാൾ കൂടുതൽ നഷ്ടമുണ്ടാക്കാനുള്ള സാധ്യത. അതുകൊണ്ട് ഒരു ഫസ്റ്റ് ട്രേഡ് എടുത്തതിന് ശേഷം അത് ലോസിലേക്ക് പോവുകയാണെങ്കിൽ, ലോസ് നമുക്ക് സംഭവിക്കുകയാണെങ്കിൽ അടുത്ത ഒരു 15 മിനിറ്റിലേക്ക് ട്രേഡ് എടുക്കണ്ട, അടുത്ത ഒരു 15 മിനിറ്റ് ബ്രേക്ക് എടുക്കണം.
ആ ബ്രേക്ക് ടൈമിൽ ഒരു ചായ ആവാം, പുറത്തേക്ക് ജസ്റ്റ് ഒന്ന് പോകാം, അതല്ലെങ്കിൽ ഒരു പാട്ട് കേൾക്കാം, അതല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പുഷപ്പ് ചെയ്യാം. കാരണം നമ്മളുടെ ആ ഒരു എനർജി, ഒരു നെഗറ്റീവ് എനർജി ഫോം ചെയ്തിട്ടുണ്ട്. ആ ഒരു നെഗറ്റീവ് എനർജീനെ നമ്മൾ പുറത്തേക്ക് തള്ളിവിടണം. തള്ളിവിട്ടതിന് ശേഷം കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം 10, 15, 20 മിനിറ്റിന് ശേഷം വീണ്ടും നമ്മുടെ സീറ്റിലേക്ക് വരാം, അടുത്ത ഒരു ട്രേഡിലേക്ക് നോക്കാം. അപ്പോൾ നമ്മൾ അടുത്ത ട്രേഡിലേക്ക് നോക്കുന്നത് മികച്ചൊരു അനാലിസിസ് പ്രകാരമാണ്. കാരണം നമുക്ക് ആ ഒരു ഫസ്റ്റ് ട്രേഡിൽ ഉണ്ടാക്കിയ ലോസിൻ്റെ ആ ഒരു ഹാങ് ഓവർ, അതിൻ്റെ ആ ഒരു പരിധി, അത് ഇൻറ്റൻസിറ്റി കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇമോഷണലി നമ്മൾ ഡ്രൈവൺ ആവാനുള്ള സാധ്യതകൾ കുറവായിരിക്കും. മൂന്നാമതും ഏറ്റവും അവസാനമായിട്ടുള്ളത്, ട്രേഡിങ് എന്ന് പറയുന്നത് നമ്മുടെ പ്രൈമറി ആക്ടിവിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യണമെന്ന് നിർബന്ധമില്ല. ട്രേഡ് എടുത്തേ പറ്റുള്ളൂ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് നമ്മൾ പോകരുത്. നമുക്ക് നമ്മുടെ ഫാമിലിയിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ള ആക്ടിവിറ്റീസ് ഉണ്ടാകുമ്പോൾ ആ ആക്ടിവിറ്റീസിൽ നമ്മൾ സമയം കണ്ടെത്തുക. ജീവിതത്തിൻ്റെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത് അത് ആസ്വദിക്കുക എന്നുള്ളതാണ്, ട്രേഡ് ചെയ്യുക എന്നുള്ളതല്ല. വീക്കെൻഡിന് വേണ്ടി മാത്രം ഉള്ളതാണ്. അതായത് വീക്കെൻഡിൽ നമ്മൾ മറ്റുള്ള ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് പല ട്രേഡേഴ്സും വീക്കെൻഡിൽ പല സ്റ്റാറ്റസുകളും ഇടാറുണ്ട്. ട്രേഡിങ് ഡേ എനിക്ക് മിസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ട്രേഡിങ് ചെയ്യാതെ ഇരിക്കാൻ എനിക്ക് വയ്യ. സാറ്റർഡേ സൺഡേയും വിദൂരത്തേക്ക് നോക്കി നിൽക്കുന്ന ട്രേഡേഴ്സ്, അതാണ് പല ആളുകളും പോസ്റ്റ് ചെയ്യുന്നത്. അത്തരത്തിലുള്ളൊരു ഘട്ടത്തിലേക്ക് നമ്മൾ പോകരുത്. കാരണം ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു ജോബാണ്. വീക്കെൻഡ് എന്ന് പറയുന്നത് നമുക്ക് വീക്കെൻഡ് ആസ്വദിക്കാനുള്ളതാണ്. അപ്പോൾ ട്രേഡ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ പ്രൈമറി ആക്ടിവിറ്റി ആയിട്ട് മാറ്റണ്ട. നമ്മൾ കംഫർട്ടബിൾ ആണെങ്കിൽ, നമുക്ക് ട്രേഡ് ചെയ്യാനുള്ള സാഹചര്യം നമുക്ക് ഉണ്ടെങ്കിൽ മാത്രം ട്രേഡ് ചെയ്യുക. യാത്രയിൽ ട്രേഡ് ചെയ്യരുത്. എന്തെങ്കിലും എമർജൻസി ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ ട്രേഡ് ചെയ്യരുത്. നമ്മൾ ഇമോഷണലി വീക്കായിരിക്കുന്ന സാഹചര്യത്തിൽ ട്രേഡ് ചെയ്യരുത്. ട്രേഡിംഗ് എന്ന് പറയുന്നത് വളരെ സ്പിരിച്വലി ചെയ്യേണ്ടത് ഒരു പ്രോസസ്സാണ്. നമ്മൾ മാനസികമായ രീതിയിൽ നല്ല നിലയിൽ ഇരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ വേറെ ആളായിട്ടൊരു ഷണ്ട കൂടിയൊരു സമയത്ത് നമ്മൾ ട്രേഡ് ചെയ്യരുത്. നമ്മളൊരു മനുഷ്യനാണ്, ഹ്യൂമനാണ്. ഈ പറയുന്ന ഗ്രീഡ്, അല്ലെങ്കിൽ ഫോമോ, അതല്ലെങ്കിൽ ഓവർ ട്രേഡ്, റിവഞ്ച് ട്രേഡ്, ഇതെല്ലാം തന്നെ നമ്മളിലുണ്ട്. അതെല്ലാം തന്നെ സപ്രസ് ചെയ്ത് ഇതിൻ്റെ നമ്പേഴ്സ് ഓഫ് മിസ്റ്റേക്ക് കുറച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് ട്രേഡിങ്ങിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അതല്ലാതെ തെറ്റ് പറ്റാത്ത ട്രേഡേഴ്സ് ഇല്ല. ഈവൻ എത്ര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ട്രേഡേഴ്സും ചില സമയങ്ങളിൽ ഇമോഷണലി വീക്കായി പോകാറുണ്ട്. പക്ഷേ സ്റ്റിൽ ആ ഒരു സമയത്ത് ആ വീക്കായി പോകുന്നതിൻ്റെ നമ്പേഴ്സ് കുറയ്ക്കുക. തെറ്റുകൾ പറ്റുന്നതിൻ്റെ നമ്പേഴ്സ് കുറച്ചാൽ തന്നെ നമുക്ക് ഇവിടെ പ്രോഫിറ്റബിൾ ആവാനുള്ള സാധ്യതകൾ ഏറെയാണ്. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്താം. എല്ലാം ഈ സൈക്കോളജി അല്ല, പഠനത്തിൻ്റെ കുറവ് ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. പല ആളുകളും ഈവനൊക്കെ ഓപ്ഷനിലേക്കൊക്കെ കടന്നു വരുന്ന സമയത്ത് ഈ കറക്റ്റായിട്ട് ഇതിൻ്റെ കോൺട്രാക്റ്റിൻ്റെ തിരഞ്ഞെടുപ്പോ, കോൺട്രാക്റ്റിൻ്റെ ആ ഒരു പ്രീമിയത്തിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളോ, ഇതൊന്നും തന്നെ ബോധേഡാവാതെ തന്നെയാണ് ഭൂരിഭാഗം ആളുകൾ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ പഠനത്തിന് വൈകല്യം ഉണ്ടോ എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ പഠനം മികച്ച രീതിയിൽ മെച്ചപ്പെടുത്തി ഇതിനെക്കുറിച്ച് എല്ലാം മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ട്രേഡിങ്ങിലേക്ക് വരാൻ ശ്രമിക്കുക. പകുതി നോളജായിട്ട് ട്രേഡിങ്ങിലേക്ക് വരാതിരിക്കാൻ ശ്രമിക്കുക. ഫുൾ നമ്മൾ നോളജ് അക്യൂർ ചെയ്യുക. അപ്പോൾ അത്തരത്തിൽ ഈ ഒരു പ്രോസസ്സ് പ്ലസ് നമ്മുടെ സ്റ്റോപ്പ് ലോസും നമ്മുടെ പൊസിഷൻ സൈസിങ്ങും സ്വാഭാവികമായിട്ടും ഈ ഒരു ട്രേഡിംഗ് സൈക്കോളജിയുടെ ഭാഗമാണ്. നമ്മുടെ മനസ്സിനെ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് റിപ്പീറ്റഡായിട്ട് ചെയ്താണ് നമ്മുടെ മനസ്സിനെ ട്രേഡിങ്ങിലേക്ക് നമ്മൾ മെച്ചപ്പെടുത്തുന്നത്. പല ട്രേഡേഴ്സും യോഗ പോലെയുള്ള പല കാര്യങ്ങളും ചെയ്യാറുണ്ട് മനസ്സിന് ശാന്തത കൈവരിക്കാനായിട്ട്. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മളെ മനസ്സിന് ശാന്തത ഇല്ലാതാവുന്ന സാഹചര്യങ്ങൾ നമ്മൾ കട്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ശാന്തത ഇല്ലാതാക്കുന്ന കാര്യങ്ങൾ കട്ട് ചെയ്യുക. ഇപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ ഒരു യാത്ര പോലും മനസ്സിനെ കുറച്ചും കൂടി ഒരു പീസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും എലമെൻറ്റ് കിട്ടുക എന്നുള്ള ഒരു പെർസ്പെക്റ്റീവിലാണ് ചെറിയ ചെറിയ യാത്രകൾ എനിക്ക് പറ്റാവുന്ന സമയങ്ങളിലൊക്കെ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെയുള്ള യാത്രകളോ അല്ലെങ്കിൽ യോഗയോ അല്ലെങ്കിൽ സോങ് കാണലോ അതൊക്കെ തന്നെ നമ്മുടെ മനസ്സിനെ എന്താണോ ശാന്തമാക്കുന്നത് അത് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാനായിട്ട് നമ്മളെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്ന സ്മോക്കിങ് അല്ലെങ്കിൽ ഡ്രിങ്കിങ് അങ്ങനെയുള്ള ഹാബിറ്റുകളും എല്ലാം തന്നെ ട്രേഡേഴ്സ് ഒഴിവാക്കേണ്ടതാണ്.
ഒരു ട്രേഡ് വന്ന് ഒരു ലോസ് വന്ന് സ്ട്രെസ്സാകുമ്പോൾ പല ആളുകളും പെട്ടെന്ന് തന്നെ ഒരു സ്മോക്ക് ചെയ്യാനായിട്ടാണ് പോകുന്നത്. അത്തരത്തിലുള്ളതൊന്നും നമ്മൾ പോകരുത്. കാരണം നമ്മളെ ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ട്രേഡർ ആദ്യം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഹെൽത്തിനായിരിക്കണം. അപ്പോൾ ഹെൽത്ത് നന്നായാൽ മാത്രമാണ് നല്ല മാനസികമായിട്ടുള്ള അന്തരീക്ഷം നമുക്കുണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു.